എന്താ പച്ച? അപ്പച്ചനെ അടിക്കണ്ട, ആസ്പത്രി വന്ന് കിടക്കാൻ നീ. നിനക്ക് എന്ത് കൂട്ടറാക്കാന്നല്ലേ പറ്റിയ? പേടിക്കാനൊന്നുമില്ല പച്ച, ചെറിയൊരു തൊണ്ടവേദനയുള്ളൂ. അല്ലെങ്കിൽ നിനക്കൊന്നും വരൂല്ല. വരണ വഴിക്ക് കുരിശു മുത്തപ്പൻ ഒരു പൊന്നും കുരിശ് നിന്റെ പേർക്ക് നേർന്നിട്ട് അപ്പച്ചൻ വന്നേക്കണേ. എന്റെ പ്രാർത്ഥന മുത്തപ്പൻ കേൾക്കാണ്ടിരിക്കില്ല. ഇല്ല പച്ച. കശാപ്പുകാരന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. കൂടത്തിന്റെ അടികൊണ്ട് പിടഞ്ഞു മരിക്കുന്ന മിണ്ടാപ്രാണികളുടെ ശാപം ഞാനായിട്ട് ഇപ്പൊ അനുഭവിച്ചു തീർക്കുക. അപ്പച്ചൻ ഇനിയെങ്കിലും അർത്ഥങ്ങളെ കൊല്ലുന്ന പണി അവസാനിപ്പിക്കണം. വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്ന പണിയാണോ മോനെ? അപ്പനപ്പനായിട്ട് ചെയ്യുന്ന തൊഴിലല്ലേ. ഞാനൊരാളായിട്ട് നിർത്തിന്ന് വെച്ച് ഈ നാട്ടിലെ കന്നാലിലൊക്കെ രക്ഷപ്പെടുവോ? എന്നാലും കൊല്ലുന്ന തൊഴിൽ നമുക്ക് വേണ്ട അപ്പച്ച. സിനിമ പിന്നണി ഗായകൻ റാഫേലോ ഇങ്ങനെ ഒരു VIP നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഇപ്പോഴാണ് അറിയിക്കുന്നത്. ഏതാ റൂം നമ്പർ? ശരി, ഞാൻ കണ്ടോളാം. ഓക്കെ. എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? ആരനെ? അതെ, മനസ്സിലായില്ല. ആരാധിക ഗായകനാണെന്നുള്ള വിവരം മൊത്തത്തിൽ പാട്ടാക്കിയില്ലേ? അല്ല, പാട്ടായ സ്ഥിതിക്ക് ഇനി കോളേജ് സ്റ്റുഡൻസിന്റെ ബഹളമായിരിക്കും ഇവിടെ. ഇവര് കോളേജ് സ്റ്റുഡന്റാ? അല്ല, LP സ്കൂളില്ല. കീർത്തനങ്ങളൊക്കെ കേട്ട് കാണും, ഫാനായി മാറിയിരിക്കും. അല്ലേ മുത്തശ്ശി? എന്താണ് ഇവിടെ കിടന്ന് ചുറ്റി കളിക്കുന്നത്? എടുക്കാൻ വന്നതാ. കാര്യം പറഞ്ഞ അതെ, എന്താ ഇത്? കിമ്പളാണ്, വെച്ചോളൂ. ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നുണ്ട്. എനിക്ക് കിമ്പളം വേണ്ട. കിമ്പളം വാങ്ങണ വേറെ ആരെങ്കിലും എന്താ ഇവിടെ? കുമ്പളത്തുകാരൊരു രാവുണ്ണിയുണ്ട്, അവനിന്ന് ലീവാ, വന്നില്ല. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ലേശം മറ്റവനെ വാങ്ങാനായിരുന്നേ. മറ്റവനോ? മദ്യോ? കാർന്നവരെ നിങ്ങൾ എന്തോന്നാണ് വിചാരിച്ചത്? മദ്യപിക്കാൻ ഇത് ബാർ അറ്റാച്ച്ഡ് ഹോസ്പിറ്റൽ ആണെന്ന് കരുതിയോ? നിങ്ങൾ ഈ പറഞ്ഞത് വേറെ ഏതെങ്കിലും അറ്റൻഡർമാരോ ആയിരുന്നെങ്കിൽ നിങ്ങൾ അപ്പനെ മോനെ ഇന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തേനെ. നിങ്ങൾക്ക് മര്യാദ ഇല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ ഒരു മാന്യത ഉണ്ട്, അറിയാമോ? കാശെട്. സാധനം വാങ്ങിക്കാനുള്ള കാശെടുക്കാൻ ഏത് വേണം, എത്ര വേണം? 1 പൈന്റ് റം. 1 പൈന്റ് മതി. അപ്പൊ ചേട്ടന് വേണ്ടേ? കന്നാലി അപ്പൊ നീ കഴിക്കല്ലേ? എങ്കിൽ പിന്നെ പുള്ളു തന്നെ ആയിക്കോട്ടെ. കെട്ടിപ്പിടിച്ച് കണ്ട് കാശെടുക്ക. എടുക്കാലോ. ഉണ്ടുണ്ട്, തികച്ചുണ്ട്. അഴു കൂടുതലോ? 3 സോഡ. രണ്ടെണ്ണേ ഉള്ളൂ. കുഴപ്പമില്ല, പൊട്ടിച്ചതിനകത്തോട്ട് ഒഴിച്ചോ. ഫ്ലാസ്കിൽ സോഡയാ? പിന്നെ ടാങ്കറിൽ കൊണ്ടുപോകണം സോഡ. ഒഴിക്കേ. ബാക്കി പൈസ പോട്ടെ. കുപ്പി താനെടുത്തോ. നീ എന്തുടേ അളക്കണേ? അങ്ങനെ ഒഴിക്കടാ ഷാവി. കാർവരെ, എന്തിനും ഒരു അളവുള്ളത് നല്ലതാ. ഇക്കാലത്ത് സ്നേഹം വരെ അളന്നല്ലേ കൊടുക്കുന്നത്. നീ കൊറിക്കാനൊന്നും വാങ്ങിയിട്ടില്ലേ? വെളിയിൽ നിന്ന് എന്തിനാ വാങ്ങുന്നത്? എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. ദേ, മൾട്ടിവിറ്റാമിൻ, കാൽഷ്യം സാൻഡോസ്, സൂപ്രാഡൈൻ, ജലൂസിൽ. നീ എന്തുട്ടേ പറയണേ? കപ്പലണ്ടിക്ക് വരാൻ ഗുളിക കഴിക്കേ? ഇതൊക്കെ വിറ്റാമിൻ ആണ്. മദ്യം വിഷമാണെന്നല്ലേ പറയാറ്. മദ്യത്തിന്റെ കൂടെ ഈ വിറ്റാമിൻസും കൂടെ കഴിച്ചാൽ എല്ലാം ബാലൻസ് ആയി, ലിവർ ഓക്കെ. വേണമെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പിൽസ് മിക്സർ ആയിട്ട് കഴിക്കാം. ഭക്ഷണത്തിന് മുൻപോ പിമ്പോ എങ്ങനെ വേണേലും കഴിക്കാം, പക്ഷേ മാറിപ്പോരുത്. ഒരു ദിവസം വിറ്റാമിൻ ആണെന്ന് കരുതി സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിച്ചു, 2 ദിവസം ഉറങ്ങിപ്പോയി. കറുതൽ കഴിക്കേ.
സ്നേഹം എനിക്ക് ഇതിനോട് സ്നേഹം ഉണ്ട്, അതുകൊണ്ടല്ലേ ഇത് വാങ്ങാൻ പറഞ്ഞേ. സ്നേഹം വരുന്നു. എനിക്ക് നേരത്തെ വന്നതാ, നിനക്ക് ഇപ്പോഴല്ലേ സ്നേഹം വന്നത് എന്നോട്? അല്ല, നഴ്സ് സ്നേഹലത വരുന്നെന്ന്. കാരണം ഈ മറവിൽ ഒളിച്ചോ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതിയേ. അതെ, മാറ്റിക്കോ മാറ്റിക്കോ. അതൊക്കെ ഞാൻ മാറ്റിക്കൊള്ളാം. ആ, താനെന്താ ഇവിടെ? അതിപ്പോ സ്വല്പം മുമ്പേ അവിടെ നിൽക്കുകയായിരുന്നു. എന്താ സ്നേഹം? സ്നേഹോ? ആ, സ്നേഹലതയെ സ്നേഹം കൊണ്ട് സ്നേഹം എന്ന് ചെറുതാക്കി. തൽക്കാലം താൻ എന്നെ അങ്ങനെ അങ്ങ് ചെറുതാക്കണ്ട. താൻ എന്നാ റാഫേലിന്റെ ഫാദറിനെ MD വിളിക്കുന്നു പോയി പറ. അയാൾ ഇങ്ങോട്ട് വന്നില്ല. അയാളെ റൂമിൽ പോയി പറയണം. അല്ല, ഞാനെവിടെ ഉണ്ട്? നിങ്ങളെന്താ ഇവിടെ? നേഴ്സമ്മല്ലേ പറഞ്ഞ MD വിളിക്കണമെന്ന്? അതല്ല ചോദിച്ചത്, ഇവിടെ എന്താ കാര്യം? അതെന്നെ പറഞ്ഞ MD വിളിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാനിപ്പോഴും വന്നിട്ട് കേട്ടോ നേഴ്സമ്മേ, ഈ കമ്മിറ്റി എന്താ സ്നേഹലതയെ ബോധമില്ല സംസാരിക്കുന്നത്? നുള്ളി കീറി ചോദിക്കണോ? കാരണം MD വിളിക്കുന്ന അങ്ങോട്ട് ചെല്ലാ. വിളിക്കാലോ, ഞാനൊരു പേഷ്യന്റ് അപ്പനാണ്, എന്നെ വിളിക്കാലോ MDക്ക്. ഒന്നോ വഴി വഴി. അതന്നെ. സസ്പെൻഷൻ ഉറപ്പായി. I'll call you later. വേണ്ട, നിന്നോളാം. ഇരിക്കെ കാർലോസേ. വേണ്ട, എന്തുട്ടാ ഡോക്ടർ ഇത്? അത് ശരിയാവില്ല കേട്ടോ. റാഫേലിന്റെ ഫാദറിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിപ്പിച്ചെന്നേ ഉള്ളൂ. എവിടെ താമസിക്കുന്നത്? വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ വടക്കാഞ്ചേരി. വേറൊരു വടക്കാഞ്ചേരി ഉണ്ട്, അത് വടക്കഞ്ചേരിയാണ്, ആലത്തൂര്. റാഫേലിനെ കൂടാതെ അവനും ഒരുത്തനെ ഉള്ളൂ, ആണും പെണ്ണുമായിട്ട്. റാഫേലിന്റെ അമ്മ? കുഞ്ഞിന്റെ അമ്മ. ഇവൻ 5 വയസ്സുള്ളപ്പോ അവളാ പോയി. അന്ന് ഞങ്ങളെ കുന്നോളത്തായിരുന്നു. വടക്കാഞ്ചേരിയിൽ എന്റെ അമ്മ വീട്ടുകാരുണ്ടേ. ഞാൻ പണിക്ക് പോകുമ്പോ ഇക്കട അവനെ എവിടെങ്കിലും ഏൽപ്പിക്കണല്ലോ, അതാ അങ്ങനാ പോയേ. അപ്പൊ ശരിക്കുള്ള സ്വദേശം കുന്നങ്ങളാണ്? അതെ, കുന്നോളത്ത് സെന്റ് ജോർജ് ചർച്ച് അറിയില്ലേ, അതാ ഇടവക. റാഫേലിന്റെ മാമൂസ മുക്കിയതും അവന്റെ അമ്മനെ അടക്കിയത് അവിടണേ. നല്ല ശക്തിയുള്ള പുണ്യാളനാണ്, വിളിച്ച വിളിപ്പുറത്താണ്. എന്റെ റാഫേലിന് വേണ്ടി അവിടെ ഞാൻ നേർച്ച നടത്തുന്നുണ്ട്. റാഫേലിന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകാൻ വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സമാധാനമായിട്ട് പോയിക്കോളൂ. അപ്പൊ കാർലോസ് അങ്ങട് കുന്നംകുളം സെന്റ് ജോർജ് ചർച്ച്. കാർലോസ് ഈ ഇടവകക്കാരൻ തന്നെയായിരുന്നു. ഭാര്യ മരിച്ച ശേഷമാണോ ഇവിടുന്ന് പോയതെന്ന് നല്ല ഓർമ്മയില്ല. കാലം കുറെ ആയില്ലേ. അതിനിടയിൽ 4-5 ഇടവകകൾ കറങ്ങി തിരിഞ്ഞാണ് ഞാൻ ഇവിടെ വീണ്ടും എത്തിയത്. പിന്നെ കാർലോസിന്റെയും മോന്റെയും കാര്യം ഓർക്കാൻ പ്രത്യേക കാരണമുണ്ട്. കർത്താവ് ഒരു അത്ഭുതം നിവർത്തിയാക്കിയത് ആർക്കും അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. ഒരു കുഞ്ഞിക്കാൽ കാണാതെ വിഷമിച്ചിരുന്ന കാർലോസിന് ദൈവം നേരിട്ടല്ലേ കൊടുത്തത്. പള്ളി സെമിത്തേരിയിൽ ആരോ ഉപേക്ഷിച്ചു പോയ കുഞ്ഞാ റാഫേൽ. ആ ക്രൂരതയ്ക്ക് ദൈവം മാപ്പ് കൊടുക്കട്ടെ. ഇടവകക്കാർക്കൊക്കെ വലിയ കാര്യമായിരുന്നു ആ കുഞ്ഞിനെ. കാർലോസ് ആണെങ്കിൽ സ്വന്തം മോനെ പോലെയാ അവനെ വളർത്തിയതും. അല്ല, താങ്കൾ കാർലോസിന്റെ ആരാണെന്നാ പറഞ്ഞത്? എന്റെ ബന്ധം കാർലോസുമായിട്ടല്ല, കാർലോസിന്റെ ദത്തുപുത്രനായ റാഫേലുമായിട്ടാണ്. 20 വർഷം മുമ്പ് എനിക്ക് പറ്റിയൊരു കൈപ്പിഴ, അതാണ് റാഫേൽ.